നമസ്കാരം. സർക്കാരിന് ആകെ ആശ്വാസമായി സുപ്രീം കോടതി വിധി. നവകേരള സർവേക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്കാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അതിന്റെ ഇമ്പാക്ട് സമൂഹത്തിൽ എങ്ങനെ എന്ന് വിശകലനം ചെയ്യുന്നതിനും വേണ്ടിയാണ് സർക്കാർ ചെലവിൽ ഈ സർവേ കേരള സർക്കാർ ഏർപ്പെടുത്തിയത്. എന്നാൽ ഫലത്തിൽ അത് ഇലക്ഷൻ പ്രചരണം ആവുമെന്ന് പ്രതിപക്ഷവും BJPയും ശക്തമായി ആരോപിച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് പാർട്ടി പ്രവർത്തകരെ സന്നദ്ധ പ്രവർത്തകരായി അവതരിപ്പിച്ച് വീടുകളിലെത്തിച്ച് സർക്കാരിന് വേണ്ടി പ്രചരണം നടത്തുകയാണ് ലക്ഷ്യം എന്ന രീതിയിലാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇതിനെ എതിർത്തവരുടെ വാദമുഖം. എന്നാൽ സുപ്രീം കോടതി അത് പാടെ നിരസിച്ചിരിക്കുകയാണ്. സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി പാർട്ടി പ്രവർത്തനമാണ് ഇലക്ഷൻ പ്രചരണമാണ് നടത്തുന്നത് എന്ന വാദം ഹൈക്കോടതി അംഗീകരിച്ചെങ്കിലും സുപ്രീം കോടതി അത് പാടെ നിരാകരിക്കുകയായിരുന്നു. കേരള സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദ് ചെയ്ത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഫലത്തിൽ സർക്കാരിന്റെ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പ്രചാരണം നടത്താനും അത് തുടരാനും സർക്കാരിന് കഴിയും. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ശേഖരിച്ചുള്ള സർവേ ഫലത്തിൽ ഇലക്ഷൻ പ്രചരണമായി മാറുകയും ചെയ്യും. അത് സർക്കാരിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യം തീർച്ചയാണ്. സർക്കാർ ചെലവിൽ പാർട്ടി നടത്തുന്ന PR പ്രചരണമാണ് സർവേ എന്നാണ് ഇതിനെതിരെ തടസ്സവാദം നൽകിയവർ ഉന്നയിച്ച പ്രധാന വാദം. എന്നാൽ സുപ്രീം കോടതി അത് നിരാകരിച്ചു. സർവേയെക്കുറിച്ച് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിജ്ഞാപനം ഇറക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി സെക്രട്ടറിക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നും പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികൾക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചു എന്നും തടസ്സവാദം ഉന്നയിച്ചവർ ചൂണ്ടിക്കാട്ടി. എന്നാൽ അതും സുപ്രീം കോടതി നിരസിച്ചിരിക്കുകയാണ്. സർക്കാർ ചെലവിലാണ് പാർട്ടി പ്രവർത്തകരെ ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഓരോ വീട്ടിലേക്കും അയക്കുന്നത് എന്ന് തടസ്സവാദക്കാർ ഉന്നയിച്ചെങ്കിലും സർക്കാരിന്റെ കയ്യിൽ നിന്നും ഒരു നയാ പൈസ പോലും ചിലവായിട്ടില്ല എന്ന് സർക്കാരിന് വേണ്ടി കപിൽ സിബൽ വാദിച്ചു. മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവേ നടത്തുന്നതെന്നും അതിൽ അനാവശ്യമായാണ് ഹൈക്കോടതി ഇടപെട്ടതെന്നും സുപ്രീം കോടതിയിൽ സർക്കാർ വാദിച്ചു. ആ വാദവും സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. എന്നാൽ സർവേയുടെ ചെലവുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉചിത സമയത്ത് കോടതിയിൽ ഹാജരാക്കണം എന്ന് ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിന് വളരെ ആശ്വാസകരമാണ് ഈ വിധി. ഒരുപാട് തിരിച്ചടികൾക്കിടയിൽ ലഭിച്ച ഈ വിധി സർക്കാരിന് വളരെ അനുകൂലവുമാണ്. നവകേരള സർവേ തുടരാനും സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സർവേ കാരണമാകും. ഫലത്തിൽ അത് ഇലക്ഷൻ പ്രചരണമായി മാറുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.